രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തെ നേരിടുന്ന വിദർഭയുടെ സൂപ്രതാരം മലയാളി കൂടിയായ കരുൺ നായരാണ് മാതൃഭൂമി ന്യൂസിന് ചേരുന്നത്. കരുൺ നായർ തന്നെ അഭിനന്ദനങ്ങൾ. എത്രമാത്രം പ്രഷ്യസ് ആയിരുന്നു ഈ ഒരു ജേണി ത്രൂ ഔട്ട്, പ്രത്യേകിച്ച് തുടർച്ചയായ രണ്ടാമത്തെ ഫൈനലിലാണ് വിദർഭ ഇറങ്ങുന്നത്. എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഈ ഒരു കലാശ പോരാട്ടത്തിന് ഇറങ്ങുന്നത്? പ്രതീക്ഷ ഇത് എല്ലാ ടീമിനും സെയിം പ്രതീക്ഷ ആയിരിക്കും. ദാറ്റ് നമ്മൾ സീസൺ തുടങ്ങുമ്പം ട്രോഫി ജയിക്കണം, ഇത് ജയിക്കണം, അത് ജയിക്കണം. സോ ആ പ്രതീക്ഷയിലല്ല എല്ലാ ടീമും ഇറങ്ങുന്നത്. സോ ആ സെയിം പ്രതീക്ഷയിലാണ് നമ്മുടെ ടീം ഇറങ്ങിയിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ഇയർ ഫൈനൽ ചെന്നു, നല്ലതായിട്ട് കളിച്ചില്ല നമ്മൾ ഫൈനലി ചാൻസ് കിട്ടിയപ്പം. സോ അത് തന്നെ ആ മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാൽ റെക്ടിഫൈ ചെയ്ത് ഈ വർഷം നമ്മൾ കളിച്ചിട്ടുള്ളത്. സോ ഈ വർഷം ഭയങ്കര നല്ലതായിട്ട് കളിച്ചിട്ടുണ്ട് നമ്മൾ. ആൻഡ് എല്ലാ മാച്ചും എവറി മാച്ച് നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. സോ ഹോപ്പ്ഫുള്ളി ഈ ഒരു ലാസ്റ്റ് മാച്ചിൽ നമ്മൾ പോയി നമ്മുടെ പ്രോസസ്സ് ഫോളോ ചെയ്തിട്ട് മൊമെൻറ്റിനെ എൻജോയ് ചെയ്ത് കളിക്കാമെന്ന് വിചാരിക്കും. കഴിഞ്ഞ തവണ സെമിയിൽ മുംബൈയെ തോൽപ്പിച്ച അതേ ഗ്രൗണ്ടിൽ തന്നെയാണ് ഫൈനലിൽ ഇറങ്ങാൻ പോകുന്നത്. അത് എത്രത്തോളം ഒരു പോസിറ്റീവായിട്ട് കാണുന്നു? ഒബ്വിയസ്ലി ഇവിടുത്തെ പിള്ളേരെല്ലാം ഈ ഗ്രൗണ്ടിൽ ഒത്തിരി കളിച്ചിട്ടുള്ള. സോ ആ ഒരു 1% അഡ്വാൻറ്റേജ് അറ്റ്ലീസ്റ്റ് കാണും. സോ ആൻഡ് എല്ലാവരും under-16, under-18 എല്ലാവരും ഒന്നിച്ച് കളിച്ച പിള്ളേരാണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് ഇപ്പം. സോ ആ ഒരു ടുഗദർനെസ് ഉണ്ട് ഈ ടീമിൽ. ആൻഡ് എല്ലാവരും എന്താ പറയുന്നത്, ദേ പ്ലേ ഫോർ എന്ന് വെച്ചാൽ എല്ലാവരും ഹാപ്പിയാണ് മറ്റവരുടെ പെർഫോമൻസ് കണ്ടിട്ടും. ആൻഡ് അത് ഭയങ്കര റെയറാണ് കാണാൻ ഒരു ടീമിൽ. ആൻഡ് ആ ഒരു ടുഗദർനെസ് ഉണ്ട് ഈ ടീമിൽ. ആൻഡ് ദേ ബാക്ക് ഈച്ച് അതർ ഓൾ ദ ടൈം ആൻഡ് സപ്പോർട്ട് ദം ഇൻ ഗുഡ് ആൻഡ് ബാഡ് ടൈംസ്. വ്യക്തിപരമായിട്ട് കരുണിന് നല്ലൊരു ഡൊമസ്റ്റിക് സീസണാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ രഞ്ജിൽ തന്നെ ആയാലും 642 റൺസുമായി നല്ലൊരു നിലയിലാണ്. എങ്ങനെയാണ് ത്രൂ ഔട്ട് ഈ ഒരു സീസൺ കാണുന്നത്? ഒബ്വിയസ്ലി ഞാൻ ലാസ്റ്റ് 16-17 മന്ത്സായിട്ട് നല്ലതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എൻ്റെ ഒരു എയിമുള്ളൂ ദാറ്റ് എവറി മാച്ചിന് ഏത് മാച്ച് കളിച്ചാലും നല്ലതായിട്ട് കളിക്കണം, ടീമിനെ ജയിപ്പിക്കണം. ആൻഡ് എൻ്റെ എത്ര കോൺട്രിബ്യൂഷൻ കൂടുതലാണോ അത്രയും നല്ലതായിരിക്കും ടീമിൽ. സോ അത് എൻ്റെ പ്രോസസ്സുള്ളൂ. ഞാൻ എല്ലാ ഇന്നിങ്സും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ആൻഡ് എവറി ഇന്നിങ്സ് എൻ്റെ ബെസ്റ്റ് കൊടുക്കണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം ടീം ജയിക്കാൻ. സോ ടീം എത്രമാത്രം ജയിക്കുന്നോ അത്രമാത്രം എനിക്ക് നല്ലതായിട്ട് വരും. സോ ഈ ഒരു മാച്ചും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റിയാണ് നല്ലതായിട്ട് കളിച്ച് ടീമിനെ ജയിപ്പിക്കാൻ. സോ അതേ എന്താണെന്ന് വെച്ചാൽ അതേ തോട്ട് പ്രോസസ്സായിട്ട് പോയിട്ട് കളിക്കാമെന്ന് വിചാരിക്കും. ഫൈനലി എങ്ങനെയാണ് ഓപ്പണൻ്റായ കേരള ടീമിനെ കാണുന്നത്? ചെങ്ങന്നൂരുകാരനും ഇപ്പോൾ കേരള ടീമിനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പോലും കേരളത്തിൻ്റെ ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് ക്വാർട്ടറിലായാലും സെമിയിലായാലും നാരോ മാർജിനുമായിട്ടാണ്, പ്രത്യേകിച്ച് ലെഗ് ഫാക്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിന് വലിയ രീതിയിലുള്ള അനുകൂല ഘടകങ്ങളായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കേരള ടീമിനെ കാണുന്നത് ഫൈനൽ ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട്? ഒബ്വിയസ്ലി ഏത് ടീം ഫൈനലിൽ വന്നാലും അവർ നല്ലതായിട്ട് കളിച്ചാലേ ടീമിൽ എന്ന് വെച്ചാൽ ഫൈനലിൽ വരാനൊക്കത്തുള്ളൂ. ബിക്കോസ് ആ ഒരു നാരോ മാർജിൻ ആയാലും അവർ ആ സിറ്റുവേഷനിൽ വന്ന് മെൻറ്റൽ സ്ട്രെങ്ത് കാണിച്ച് ആ സിറ്റുവേഷനെ അവരുടെ സൈഡിലോട്ട് ആക്കിയത് അവരുടെ സ്കില്ലും അവരുടെ മെൻറ്റൽ സ്ട്രെങ്ത്തുമാണ്. സോ ഫൈനലി വന്നും ആര് കൂടുതൽ മെൻറ്റൽ സ്ട്രെങ്ത് കാണിക്കുന്ന ഫൈനലിൽ അവരെ ജയിക്കാൻ പോകുന്നുള്ളൂ. അതാ ഫൈനലിൻ്റെ പ്രഷറും ഫൈനലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അത് തന്നെ. എല്ലാവർക്കും സെയിം ഓപ്പർച്യൂണിറ്റിയാണ് നല്ലതായിട്ട് കളിക്കുന്നത്. സോ നമ്മുടെ സൈഡിൽ നിന്ന് ഒബ്വിയസ്ലി എല്ലാ ഫുൾ പ്രിപ്പറേഷൻസ് ഉണ്ട്. അങ്ങനെ അവരുടെ ബാറ്റ്സ്മാൻ എങ്ങനെ കളിക്കുന്നത്, കേരളത്തിൻ്റെ ബോളേഴ്സ് എങ്ങനെ ചെയ്യുന്നത്, ഇതെല്ലാം നോക്കുന്നത് അത് ഒരു നോർമൽ പ്രോസസ്സാണ്. എല്ലാ മാച്ചിന് മുമ്പേ അവരും നമ്മുടെ ബാറ്റിംഗ് നോക്കും, നമ്മുടെ ബോളിംഗ് നോക്കും. സോ ഓൾ ദാറ്റ് റിമെയിൻസ് ദ സെയിം. ഒബ്വിയസ്ലി ഇറ്റ്സ് എ ഫൈനൽ. സോ ആ ഒരു എക്സ്ട്രാ ഒരു മോട്ടിവേഷൻ കാണും എല്ലാവർക്കും, അവർക്കും കാണും നമുക്കും കാണും. ആൻഡ് മോട്ടിവേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ കാണും ഈ മാച്ച് ഒരു ജയിക്കാൻ. സോ അതിന് ഒരു ബെസ്റ്റ് എഫേർട്സ് കാണും രണ്ട് സൈഡിൽ നിന്നും. ആൻഡ് ആര് നല്ലതായിട്ട് കളിക്കുന്നു ആ ദിവസത്തിൽ അവർ ജയിക്കും. എന്തായാലും എല്ലാവിധ ആശംസകളും ഫൈനലിന് വേണ്ടിയിട്ട്. ഓൾ ദി ബെസ്റ്റ്. വിദർഭയുടെ സൂപ്പർ താരം മലയാളി താരം കരുൺ നായരാണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേർന്നത്. നാഗ്പൂരിൽ നിന്നും ക്യാമറമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം ജയേഷ് പൂക്കോട്ടൂർ, മാതൃഭൂമി ന്യൂസ്.